നമുക്ക് വിശ്വസിക്കുവാൻ ഒന്നുണ്ട്, നമ്മളെ വിളിച്ച ദൈവം വിശ്വസനാണ്. അദ്ദേഹത്തോളം നമ്മളെ പോറ്റിക്കൊള്ളുന്ന ആ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. ഞാൻ നിങ്ങൾ ഞെരുക്കത്തിലായിരുന്നപ്പോൾ നമുക്ക് വിശാലത വരുത്തിയ ഒരു ദൈവമുണ്ട്. ഈ മരുഭൂമിയിൽ നമ്മൾ പലപ്പോഴും ഞെരുക്കത്തിലായിരുന്നു. പക്ഷെ ഞെരുക്കത്തിലായിരുന്നപ്പോഴും നമ്മൾ വിശാല വരുത്തിയ ദൈവത്തെ ആരാധിക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് അല്പനേരം ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
മാത്രമൻ ദൈവമെന്നും അത്ഭുതവാ അതിശയവാ നീ മാത്രമൻ ദൈവമെന്നും നടത്തിയ വഴികളെയോ ഇടുമ്പോ കരുതിയ കരുതൽ നിരച്ചിടുമ്പോ നടത്തിയ വഴികളെയോ ഇടുമ്പോ കരുതിയ കരുതൽ നിരച്ചിടുമ്പോ സ്തുതിക്കുവാനായിരം നാമം പോരായേ
അനുഗ്രഹങ്ങൾ ഓർത്താൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കപ്പെടുക. ഓരോ ദിനവും നമ്മളെ അതിശയമായി പോറ്റിക്കൊള്ളുന്ന ദൈവമുണ്ട്. ഈ മരുഭൂമിയിൽ അനേകർ വീണുപോയപ്പോൾ വീഴാതെ എങ്ങനെ നിങ്ങളെ കാത്തു പരിപാലിച്ച ദൈവത്തെ ആത്മാവിന് സത്യത്തിലും ആരാധിപ്പാനാണ് ഞാൻ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ദിവസം എല്ലാവരും എഴുന്നേറ്റാണ്. നമ്മൾ ഒരു പാട്ടോടെ പാടി ദൈവത്തെ പാടി ആരാധിക്കാൻ പോകുകയാണ്. അവന്റെ സങ്കേതവും അവലംബവും കോട്ടയും
കൊല്ലം പാർക്കരത്തിൽ പാർക്കല്ലോ നീ 33 കൊല്ലം പാർക്കരത്തിൽ പാർക്കല്ലോ നീ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ കർത്താവേ രൂപം എനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ രൂപം വേറെ ജന്മസ്ഥലം വഴിയും ശയ്യാദേഹം ഉൾക്കൂടാക്കി ജന്മസ്ഥലം വഴിയും ശയ്യാദേഹം ഉൾക്കൂടാക്കി വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലായ്പ്പോഴും സഞ്ചരിച്ചു എല്ലാവർക്കും നന്മ ചെയ്യുവാൻ എല്ലായ്പ്പോഴും സഞ്ചരിച്ചു എല്ലായിടത്തും ദൈവസ്നേഹം വെളിവാക്കി നീ മരണത്തോളം എല്ലായിടത്തും ദൈവസ്നേഹം വെളിവാക്കി നീ മരണത്തോളം മൂന്നാം നാളിൽ കല്ലറയിൽ നിന്നു ദാനം ചെയ്തതിന മൂന്നാം നാളിൽ കല്ലറയിൽ നിന്നു ദാനം ചെയ്തതിന മരണത്തിൻ്റെ പരിതാപങ്ങൾ എന്നേക്കും നീങ്ങിപ്പോയി മരണത്തിൻ്റെ പരിതാപങ്ങൾ എന്നേക്കും നീങ്ങിപ്പോയി ജന്മസ്ഥലം വഴിയും ബലം ശയ്യാഗ്രഹം ഉൾക്കൂടാക്കി ജന്മസ്ഥലം വഴിയും ബലം ശയ്യാഗ്രഹം ഉൾക്കൂടാക്കി വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു വഴിയാധാര ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു സാത്താനെ നീ തോൽപ്പിച്ചു
ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്ത് മനുഷ്യനെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിക്കും. സ്തോത്രം. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യുക. സ്തോത്രം. എത്ര പേർക്ക് ഒരുക്കമുണ്ട്? എത്ര പേർക്ക് സ്തോത്രം പ്രാഗൽഭ്യത്തോട് ദൈവത്തോട് എടുക്കാൻ പറ്റും? ദൈവ ഇഷ്ടം ചെയ്യുവാൻ. സ്തോത്രം. ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യുവാൻ ആർക്ക് താല്പര്യമുണ്ടോ, ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യുവാൻ ആര് താല്പര്യപ്പെടുന്നോ, ഇന്ന് സന്ധ്യയിൽ പറയട്ടെ, അവന് വേണ്ടി ഒരുക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയെ നാം കാണാൻ പോവുകയാണ്. സ്തോത്രം. പക്ഷേ മനസ്സുണ്ടോ? മനസ്സൊരുക്കമുണ്ടോ? സ്തോത്രം. 38 വർഷമായിട്ട് കുളക്കരയിൽ കിടക്കുക. ആഗ്രഹമുണ്ട്. അവനെ വിടുതൽ പ്രാപിച്ചുകൊണ്ട് എഴുന്നേറ്റ് തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ യേശുവിന്റെ വരവ് സ്തോത്രം അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. സ്തോത്രം. അവന് മനസ്സുണ്ടായിരുന്നു. നിനക്ക് മനസ്സുണ്ടോ ശുദ്ധമാകുവാൻ? സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതമായിരിക്കണം. അങ്ങനെ ഓരോ കൂട്ടായ്മയും ഓരോ ആരാധനയും നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്ത അനുഭവങ്ങളെ സമ്മാനിക്കുന്ന ഓരോ കൂട്ടായ്മകളായിരിക്കണം. മനസ്സിന്റെ ഒരുക്കം നാം എത്രത്തോളം ഉണ്ട്? സ്തോത്രം. ദൈവദാസന്മാർ ചോദിക്കുന്ന പോലെ പണ്ട് പ്രാപിച്ച അന്യഭാഷയാണോ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പണ്ട് ആരാധിച്ച അതേ നിലവാരത്തിലാണോ നമ്മൾ ഇന്നും ദൈവത്തെ ആരാധിക്കുന്നത്? സ്തോത്രം. മറ്റെല്ലാ കാര്യങ്ങൾക്കും നമുക്ക് താല്പര്യമുണ്ട്, നമുക്ക് ഒരുക്കമുണ്ട്, നമുക്കൊരു താല്പര്യമുണ്ട്. സ്തോത്രം. പക്ഷേ അല്ല, ഇന്ന് സന്ധ്യയിൽ പറയട്ടെ, ഒന്നുകൂടി ദൈവിക വിഷയങ്ങൾക്ക്, ദൈവിക കാര്യങ്ങൾക്ക് നാം എത്രത്തോളം താല്പര്യം കൊടുക്കുന്നു? പക്ഷെങ്കിൽ ഒരു വെള്ളിയാഴ്ച ആകാൻ വേണ്ടി എത്രത്തോളം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, അത്രത്തോളം ഇന്ന് സന്ധ്യയിലും കടന്നുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കുമ്പോൾ മനസ്സൊരുക്കം നമുക്കൊരു വലിയ ഘടകമാണ്. സ്തോത്രം. മനസ്സൊരുക്കമില്ലാതെ ആരാധനയ്ക്ക് വന്നിട്ട് ഒരു കാര്യവുമില്ല. അയ്യോ, ഇന്ന് പോയില്ലെങ്കിൽ പാസം ചെന്നില്ലെങ്കിൽ പുള്ളി എന്തോ പറയും. ഇങ്ങനെയുള്ള ചിന്തകൾ ആരെങ്കിലും ഭരിക്കുന്നുണ്ടോ? അത് മാറ്റാൻ. സ്തോത്രം. ദൈവമക്കളെ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളും ഞാനും വില കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആര് കൊടുക്കും? ദൈവസകല പ്രാർത്ഥന നമുക്കൊക്കെ കോട്ടയാണ്, നമുക്കൊക്കെ ഒരു തവണ. പക്ഷെങ്കിൽ ദൈവസകല പ്രാർത്ഥനയ്ക്ക് ഒരു നല്ല പ്രതിഫലമുണ്ട്. ആഗ്രഹം ആർക്കുണ്ടോ അവന് വേണ്ടി ദൈവസകല പ്രാർത്ഥന അത് പഠിക്കും. സ്തോത്രം. എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള ധാരണയോടുകൂടി ആരെങ്കിലും ഇതിൽ സൗഹൃദപ്പെടുത്തുന്ന കാര്യമില്ല. സ്തോത്രം. അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞ വിഷയങ്ങളെ പൊക്കിക്കൊണ്ടുവരാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ അസാധ്യമെന്ന് നാം പലതും പറയുമ്പോഴും ദൈവത്തിന്റെ ദൃഷ്ടി അതിന് മേലുണ്ട്. ഇന്ന് സന്ധ്യയിൽ ഓർക്കുക, നിനക്ക് മനസ്സൊരുക്കമുണ്ടോ? സ്തോത്രം. നിന്റെ മനസ്സിന്റെ ഒരുക്കം, നിന്റെ മനസ്സിന്റെ താല്പര്യം, നിന്റെ ദൈവത്തിലുള്ള വാഞ്ച എത്രയുണ്ട്? സ്തോത്രം. അത് എങ്ങനെയെങ്കിലും വന്നിട്ട് അല്ലെങ്കിൽ ആശ്രയം കാണിച്ചിട്ട് അല്ലെങ്കിൽ വിശ്വാസങ്ങളെ കാണിച്ചിട്ട് ഒരാരാധന കൂടി വെള്ളിയാഴ്ചയായി കഴിഞ്ഞു പോകാം എന്നുള്ള ധാരണയാണോ നമുക്ക്? നോ, ആയിരിക്കരുത്. സ്തോത്രം. ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ആർക്കുണ്ടോ അവന് വേണ്ടി ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പക്ഷെങ്കിൽ മനസ്സൊരുക്കം ഉണ്ടായിരിക്കണം. മനസ്സൊരുക്കമില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അത് സാധിക്കുമോ? സ്തോത്രം. മാനുഷികമായ രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യം മനസ്സില്ലാ മനസ്സോടെ നാം ചെയ്താൽ നമ്മൾ തന്നെ പറയും. സ്തോത്രം. അല്ലേ? എന്നാൽ ദൈവിക വിഷയങ്ങളിൽ അങ്ങനെയല്ല. എന്തായാലും ഏതായാലും ദൈവിക വിഷയത്തിൽ ഞാനും നിങ്ങളും എത്രത്തോളം മനസ്സ് വെക്കുന്നു, എത്രത്തോളം ദൈവിക വിഷയങ്ങളിൽ താല്പര്യം കാണിക്കുന്നു, അത്രത്തോളം എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ എന്റെയും വിഷയത്തിൽ ദൈവം ഇറങ്ങി പ്രവർത്തിക്കും. സ്തോത്രം. ദൈവം പ്രവർത്തിക്കണോ? നിന്റെ മനസ്സ് ദൈവത്തിന് കൊടുക്കുക. ദൈവം പ്രവർത്തിക്കണമോ? നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. ദൈവം പ്രവർത്തിക്കണമോ? നിന്റെ മനസ്സിലെ മറ്റു ചിന്താഗതികളെ മാറ്റിട്ട് ദൈവത്തെ പറ്റി ചിന്തിച്ച് ദൈവത്തിന്റെ സ്ഥാനം കൊടുത്ത് ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. നിന്റെ കണ്ണാതെ കണ്ട് നീ ദൈവത്തെ, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായി. സ്തോത്രം. ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യണം. സ്തോത്രം. അനുസരണം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഏറ്റവും പ്രധാന ഘടകമാണ്. അനുസരണം. നാം ദൈവത്തെ അനുസരിക്കണം. അല്ലേ? നാം ദൈവത്തെ അനുസരിച്ചുകൊണ്ടാണല്ലോ
ഇത് സന്ധ്യയില് മറ്റു പല വിഷയങ്ങളുണ്ടായിട്ടും അതിനൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് അതിനൊക്കെയും നോ പറഞ്ഞുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ ഈ ചുരുങ്ങിയ മണിക്കൂർ ഈ ഹാളിൽ കടന്നു വന്ന് ഈ ആലയത്തിൽ കടന്നു വന്ന് ഈ വലിയ ദൈവത്തെ ഈ മഹാദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ നാം കൂടി വന്നത്. സ്തോത്രം. ദൈവമക്കളെ, എല്ലാ ഇടങ്ങളിലും നമുക്കൊരു മനസ്സിന്റെ ഒരുക്കമുണ്ടെങ്കിൽ നാം ചിന്തിക്കുന്നതിനും നാം നിனைക്കുന്നതിനും അത്യന്തപരമായി നമ്മെ നടത്തുവാൻ അവൻ ശക്തനായ ദൈവമെന്ന് ഇന്ന് സന്ധ്യയിൽ ഓർത്തുകൊള്ളുക. സ്തോത്രം. മനസ്സൊരുക്കം. ആരെങ്കിലും ഇന്ന് സന്ധ്യയിൽ ഇതല്ലാത്ത ഒരു അനുഭവത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ സ്തോത്രം മാറ്റിക്കൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ മാറ്റിക്കളയുക. സ്തോത്രം. ക്രിസ്തുവിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയുക. ദൈവത്തിന്റെ ഹിതം എന്തെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് പല വിഷയങ്ങളിലും പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലയോ, പല വിഷയങ്ങളിലും നാം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ഹിതത്തിനും ദൈവത്തിന്റെ ഇഷ്ടത്തിനും എങ്ങനെ നാം പ്രാധാന്യം കൊടുക്കുന്നോ അതുപോലെ ഇരിക്കും എങ്കിലും നിങ്ങളുള്ള ദൈവത്തിന്റെ പ്രവൃത്തി. സ്തോത്രം. ദൈവമായ എന്ന് അറിയാത്ത ഒരു നാളിൽ ഞാനിങ്ങനെ ഓർക്കുന്നു, വഴിയിൽ നടന്നുകൊണ്ട് പെന്തക്കോസ്തുകളുടെ പ്രാർത്ഥന, പെന്തക്കോസ്തുകളുടെ സുവിശേഷ പ്രസംഗം ഞാനിങ്ങനെ ഇടവഴിയിലൂടെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് പോവുക. സ്തോത്രം. എനിക്കറിയത്തില്ല ആരാ യേശു. എന്നോട് ആരും പറഞ്ഞിട്ടില്ല ആരാണ് യേശു. എന്നാൽ പെന്തക്കോസ്തുകളുടെ വീടുമായിട്ട് നല്ല ഭേദ്യമായ ബന്ധമുണ്ട്. അവിടെ നടക്കുന്ന പ്രാർത്ഥന, അവിടെ നടക്കുന്ന പ്രസംഗം എന്റെ ഹൃദയത്തിൽ ആരോ പറഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8-ലോ 9-ലോ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വഴിയുള്ള തന്ത്രം പറഞ്ഞുകൊണ്ട് പോവുക. ഈ സമയത്ത് ഒരു ശബ്ദം കേൾക്കുന്നു, ആരാണെന്ന്. മാവിന്റെ മണ്ടയിൽ ഇതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ പുള്ളിക്കാരൻ ചൂണ്ടയിട്ടുകൊണ്ട് ഞാൻ കണ്ടതിലുണ്ട്. സ്തോത്രം. ദൈവമക്കളെ, ഇതൊക്കെ ഒരു അന്ന് ദൈവം ഒരുക്കിയതാണ്. സ്തോത്രം. അന്നേ ദൈവം ഒരുക്കിയതാണെന്ന് ഇതൊക്കെ. സ്തോത്രം. ഇതൊക്കെ നമുക്ക് മനസ്സിലാവുക ഇപ്പോഴല്ലേ. ആരാണ് കർത്താവെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമല്ലേ ഈ ചിന്തകളൊക്കെ ഇങ്ങനെ നമ്മെ പണ്ടത്തെ അവസ്ഥയിൽ അനുഭവത്തിൽ ദൈവം കൊണ്ടുപോയത് ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എങ്ങനെ നമ്മുടെ മനസ്സ് ദൈവത്തിന് കൊടുക്കാതെ ഇരിക്കും? സ്തോത്രം. ചാവാറായ ശേഷിപ്പുകളെ ഇന്ന് സന്ധ്യയിൽ ഞാൻ പറയട്ടെ, വിട്ടുകളയുക, പുതിയതിനെ തേടുക, ദൈവത്തെ തേടുക. ജീവനും വഴിയും സത്യവും ഞാനാവുന്ന ദൈവത്തെ മാത്രം സേവിക്കുക. ആ ദൈവത്തിന്റെ പാത പിന്തുടരുക. സ്തോത്രം. ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യുവാൻ ഞാനും നിങ്ങളും ഒരുക്കമായിരിക്കണം. ഈ ദൈവസഭ അതിനുള്ള ഒരു കൂട്ടമായി തീരട്ടെ. ദൈവസഭയിലുള്ള ഓരോ പ്രിയമുള്ളവരും ഓരോ കുഞ്ഞുങ്ങളും ഓരോ സഹോദരിമാരും ഓരോ സഹോദരന്മാരും മനസ്സിന്റെ ഒരുക്കത്തോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ബലത്തോടെ പൂർണ്ണ ധൈര്യത്തോടെ നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ നാം ദൈവത്തെ സേവിക്കുന്നുവെങ്കിൽ മനസ്സിലെ ആഗ്രഹങ്ങളെ പോലും സാധിപ്പിച്ച് ശത്രുമുൻപാകെ വേശിയൊരുക്കി തന്ന് ജയോസമായി എന്നെയും നിന്നെയും നടത്തുവാൻ ശക്തനായ യുവനെന്ന് ഇന്ന് സന്ധ്യയിൽ നാം അറിഞ്ഞുകൊള്ളുക, നാം ഓർത്തുകൊള്ളുക. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. സ്തോത്രം. നിങ്ങൾ ചെയ്തൊക്കെയും മനുഷ്യർക്കെന്നല്ല, മനുഷ്യർക്കല്ല. നാം ചെയ്യുന്നതിന് മനുഷ്യൻ നെഗറ്റീവ് മാത്രമേ കാണത്തുള്ളൂ. എന്തു ചെയ്താലും എങ്ങനെ ചെയ്താലും നെഗറ്റീവ് മാത്രം കാണുന്ന ഒരു മനുഷ്യന്റെ മുഖത്തിന് മുമ്പിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ഇന്ന് സന്ധ്യയിൽ ഓർക്കുക, നാം ചെയ്യുന്നത് മനുഷ്യർക്കല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ഒരു സഹോദരനോട് ഒരു വാക്കയെ പറഞ്ഞുകൊള്ളുവിൻ, മനസ്സോടെ. പ്രിയ സഹോദര അല്ലെങ്കിൽ പ്രിയ സഹോദരി, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് നിനക്ക് വേണ്ടി വലിയ ചെയ്യുമെന്ന് മനസ്സോടെ ഒരു വാക്ക് നാം പറഞ്ഞാൽ അതിൽ വിടുതൽ വ്യാപരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ചെയ്തൊക്കെയും അല്ലെങ്കിൽ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. എന്തിനും ഒരു മനസ്സുണ്ടായിരിക്കണം. മനസ്സോടെ ചെയ്യുന്നവന് ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്റെ അവകാശം എന്ന പ്രതിഫലം. സ്തോത്രം. മനസ്സോടെ ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട്, ദൈവിക വിഷയങ്ങൾക്ക് വേണ്ടി, കൂട്ടസഭയ്ക്ക് വേണ്ടിയിട്ട്, കൂട്ടസഭയ്ക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നീ ഒരു വാക്ക് സംസാരിക്കുന്നുവെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി അല്ലല്ല, അത് ഒരുക്കിയിട്ടുള്ളത് തന്നെ. സ്തോത്രം. അത് നിന്റെ അവകാശമാണ്. അതിന് മറ്റാരും പങ്കില്ല. സ്തോത്രം. കൂട്ടുവിശ്വാസിക്ക് പങ്കില്ല. നിനക്കുള്ളോ നിനക്ക് തന്നെ. സ്തോത്രം. അവസാനം വന്നവരും ആദ്യം വന്നവരും ഒരുപോലെ കൂലി കൊടുക്കുന്ന കർത്താവിന്റെ ആത്മാവ് ഇന്ന് സന്ധ്യയിൽ വിളിച്ചു പറയുന്നു, മനസ്സൊരുക്കം നമുക്ക് എത്രത്തോളം. സ്തോത്രം. സഭയായി നാം 2 ദിവസം മാത്രം
കൂട്ടായ്മയില്ല എന്ന് പറഞ്ഞാൽ 2 ദിവസം നമുക്ക് ഔട്ടേജ. ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും നമ്മൾ ഔട്ടേജ. ബാക്കി എല്ലാ ദിവസങ്ങളും കൂട്ടായ്മയുണ്ട്. മനസ്സിലൊരുക്കമുണ്ടോ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ? എനിക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നമ്മളെല്ലാവരും ജോലി ചെയ്യണം. അതിന്റെയൊക്കെ നടുവില് ഒരല്പ നിമിഷം കണ്ടെത്തി 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൂട്ടായ്മയിൽ ഒന്ന് പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മനസ്സിനെ ഒരുക്കമുള്ളതായിരിക്കണം. നാം എത്രത്തോളം നമ്മുടെ മനസ്സിനെ ദൈവത്തിന് കൊടുക്കുന്നു, അത്രത്തോളം നമ്മുടെ വിഷയങ്ങളിലും നമ്മുടെ കാര്യങ്ങളിലും ദൈവം മനസ്സ് വെക്കും. അവൻ ആർക്കും കടക്കാരനല്ല. സ്തോത്രം. ഈ സന്ധ്യയെങ്കിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. മനസ്സിന്റെ ഒരുക്കത്തോടെ പുതുക്കത്തോടെ ദൈവദിനം അനുദിനം ദൈവസന്നിധിയിൽ ഇടപെട്ട് മുൻപോട്ട് പോവാൻ ഇന്ന് സന്ധ്യയിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഇടയാത്തിയിട്ട് നാം പ്രാപിച്ച രക്ഷ അത് നമുക്ക് വളരെ പ്രധാനമായി പോകണം. ആത്മാവിന്റെ രക്ഷയിലും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ച് സന്തോഷത്തോടെ മുൻപോട്ട് പോവാൻ നമ്മെ കർത്താവ് വഴിയാക്കട്ടെ.